പറഞ്ഞപ്പോഴത്തേക്ക് അത് ചെറിയൊരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിയാണ് ചെയ്യാം, ഇപ്പം തന്നെ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇച്ചിരി നോക്കി അവിടെ ഒരു 1 മന്ത് കഴിഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് 4 ഇവളുടെ സർജറി ചെയ്തു. പക്ഷേ ഇവൾ ആദ്യമേ ഉണ്ടായപ്പോൾ തന്നെ ഇവളുടെ കാലിനും കൈക്കൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. അതായത് ആ ബാക്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കുഞ്ഞിനില്ല. അപ്പോൾ എനിക്ക് ഇവളെ എടുക്കുമ്പോഴൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു, കാരണം ഇവൾക്ക് വേദനയുണ്ടോ എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അവൾക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളും അവൾക്കില്ലായിരുന്നു. പിന്നെ എൻ്റെ ടെൻഷൻ സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് ഇപ്പം പ്രശ്നമൊന്നുമില്ല, കുഞ്ഞ് സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ, കാല് നിനക്കുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ സമ്മതിച്ചു, ഞാൻ മാതാവിൽ വിശ്വസിച്ച് സമ്മതിച്ച് ഞാൻ ഓഗസ്റ്റ് 4 ഇവിടെ സർജറിക്ക് കയറ്റുന്നതിന് മുന്നായിട്ട് ഇവിടുത്തെ കയ്യിലും എല്ലാം ഇവളുടെ നെറ്റിയിലും അവളുടെ സ്പൈൻ്റെ ഭാഗത്തൊക്കെ ഞാൻ പെട്ടി കാശുരൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇവളെ ഞാൻ സർജറിക്ക് വിട്ടത്. സർജറിക്ക് അതിന് കയറുന്നതിന് മുന്നേ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഡ്രെയിൻ ഇടണം, അതായത് എക്സസീവ് ആയിട്ട് ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഒരു 3-4 ദിവസം ഡ്രെയിൻ ഇട്ട് കിടക്കേണ്ടി വരും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പക്ഷേ സർജറി കഴിഞ്ഞ് ഞാൻ ഈ സർജറി നടക്കുന്ന സമയത്തെല്ലാം ഞാൻ വിശ്വാസപ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാറി ചൊല്ലിക്കൊണ്ടാണ് അവിടെ ഇരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സർജറി കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഡോക്ടർ ഞങ്ങളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിന് ഡ്രെയിൻ ഒന്നും ഇടേണ്ട ആവശ്യം വന്നില്ല, അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളൊന്നും കുഞ്ഞിനില്ല, ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, അത് ആ ഞരമ്പ് കൂടി കിടക്കുന്നത് അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ടെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അപ്പം ഇത് എനിക്ക് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ളതിന് വലിയൊരു തെളിവാണ് എനിക്ക് എൻ്റെ ഈ കുഞ്ഞ്. അവരെന്നോട് UK എന്ന് പറഞ്ഞതാണ് ഈ കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്ത് കളയണമെന്ന്. പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് അത് സമ്മതിച്ചില്ല. ഞാൻ മാതാവിൽ വിശ്വസിച്ചതിൻ്റെ ഫലമായി മാത്രമാണ് എനിക്ക് കുഞ്ഞിനെ ദൈവം തന്നതെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി ഞാൻ മാതാവിനോട് സമർപ്പിക്കുന്നു. ഇതുകൂടാതെ തന്നെ എനിക്ക് വേറൊരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്. എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഞാനിവിടെ ഉടമ്പടിയിൽ ഒരു നിയോഗം എൻ്റെ അനിയത്തിയുടെ കാര്യമായിരുന്നു. അവൾക്ക് ഭയങ്കര ടെൻഷനുള്ള, അവൾ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അവൾക്ക് നല്ല ടെൻഷനുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇവൾ പറയുന്നത് ഇവളെല്ലാം പഠിക്കും, അവളുടെ കൂട്ടുകാരും പറയുന്നത് ഇവൾ പഠിക്കും, ഇവൾ റൂമിലിരുന്ന് നന്നായിട്ട് പറഞ്ഞു കേൾപ്പിക്കും, പക്ഷേ നമ്മൾ എക്സാമിന് ചെല്ലുമ്പോൾ ഇവൾ മറന്നുപോകും, ഇവൾക്ക് ഭയങ്കര ടെൻഷൻ കാരണം ഇവൾ മറന്നുപോകും. ആ ഒരു ടെൻഷൻ. അപ്പോൾ ഇവൾ എന്നോട് ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഞാനിപ്പം അവളെ കളിയാക്കും, ചുമ്മാ തമാശയ്ക്ക് നീ പോകും അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷേ എന്നാലും എനിക്കൊരു ടെൻഷൻ ആയിരുന്നു, കാരണം അവൾക്ക് അങ്ങനെ ഒരു പേടിയും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ BSc നഴ്സിംഗ് ഒരുപാട് നന്നായിട്ട് പഠിക്കാനുണ്ട്. ആ ഒരു ടെൻഷൻ കാരണം ഞാൻ അതാണ് ഒരു ഉടമ്പടി നിയോഗമായിട്ട് വെച്ചത്. പക്ഷേ അപ്പോൾ അവളുടെ റിസൾട്ട് എക്സാം ഭയങ്കര പാടായിരുന്നു, കാരണം അവർക്ക് സെമസ്റ്റർ ആയിരുന്നു, പഴയ പോലത്തെ ഒരു മോഡലൊന്നും അല്ലായിരുന്നു, ക്വസ്റ്റ്യൻസ് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. അപ്പോൾ അവൾ എന്നോട് എഴുതിയത് ആൻസേഴ്സ് ഒക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ അതനുസരിച്ചാണെങ്കിൽ ഒരു കാരണവശാലും അവൾ പാസ്സാകാൻ ഒരു ചാൻസും ഇല്ല. ഞാൻ അപ്പോഴും അവളോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കുക, പക്ഷേ എന്നാലും നീ എക്സാം എഴുതിയത് വെച്ച് നിനക്ക് എന്നാണെങ്കിലും കിട്ടാൻ ഒരു ചാൻസും ഇല്ല, പക്ഷേ എന്നാലും നീ പ്രാർത്ഥിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കുകയും മാതാവ് രക്ഷിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ റിസൾട്ട് വന്നപ്പോൾ അവൾ എല്ലാ വിഷയത്തിനും പാസ്സായി. അപ്പം ഇതൊക്കെയാണ് എനിക്ക് മാതാവ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ. അമ്മ മാതാവിനും തിരുക്കുമാരും ഒരുപാട് നന്ദി.